ഓരോ ദിവസം കഴിയുന്തോറും നീലിൻ്റെ പകയും ദേഷ്യവും കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ, ഒട്ടും കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നമ്മൾ നിന്നു കൊടുക്കണം. എനിക്കിവിടെ സുഖമാണ്. എന്നെ വിളിക്കാനായിട്ട് ഇനി ഒരിക്കലും രാഹുലേട്ടൻ ഇവിടെ വരരുത്. ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ജീവനോടെ ആയിരിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് രാഹുലേട്ടൻ ഇപ്പൊ പോണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നീലിന്റെ സ്വഭാവം നന്നാവുന്നു തന്നെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അത് ഞങ്ങളുടെ മകനായതുകൊണ്ട് തോന്നുന്നതല്ല. കണ്ടില്ലേ സ്വാതിയുടെ സ്നേഹം, അതിന്റെ മുന്നില് അവന് തോക്കാതിരിക്കാൻ പറ്റുമോ? സ്വാതിക്ക് ഒരാപത്തും വരാതെ ഞങ്ങളെ നോക്കിക്കോളാം. രാഹുലിന് ഞങ്ങളെ വിശ്വസിക്കാം. ഇന്നലെ രാത്രി എവിടെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ഞാൻ വന്നത് വേറെ ചില കാര്യങ്ങൾ പറയാനാ. വീട്ടില് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. നിന്നെ തിരിച്ചു വിളിക്കണമെന്നാ എല്ലാവരുടെ അഭിപ്രായം. ഞാൻ വന്നാലല്ലേ? വരരുത്. വന്നാ നീ തോൽക്കും. നിന്നെ തിരിച്ചു വിളിക്കാൻ നോക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കായിരുന്നു. ഇതല്ല കാരണം. അഭിമാനം സംരക്ഷിക്കണം. ഇത്രയും വലിയ ആസ്തിയുള്ള കുടുംബത്തിലൊരാള് വീട്ടിൽ നിന്ന് പിണങ്ങി കഴിയുന്നത് പലർക്കും നാണക്കേടല്ലേ? അത് മറിക്കാനാ ഇപ്പൊ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സ്വാതി വന്ന് കയറിയ പിന്നെ അവിടെ എന്നെ ആർക്കും ഇഷ്ടമല്ലെന്നും അറിയാം. അവർക്ക് സ്വാതി മതിയെങ്കിൽ അവളോടൊപ്പം ജീവിക്കട്ടെ. ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തോളാം. പറയാനൊക്കെ എളുപ്പാ, പക്ഷെ ഇത് പാലിക്കാൻ ഭയങ്കര പ്രയാസമാ. ഒന്നാമത് പണം. നിന്റെ കയ്യിൽ എവിടെ നിന്ന് ഇപ്പൊ കാശ്? ഇപ്പൊ ജീവിക്കുന്ന പോലൊരു ജീവിതം ജീവിക്കണമെങ്കിൽ മാസം കുറഞ്ഞത് 50,000 രൂപയെങ്കിലും വേണം. അത് നീ എവിടെ നിന്നുണ്ടാക്കും? നിനക്ക് നീലിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എടി, ഞാനൊരു നടനല്ലേ. പരസ്യങ്ങൾ കുറച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് വരുമാനം ഇല്ലാതായത്. ഇനി വീണ്ടും ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ കാശ് വരും. 50,000 അല്ല, അതിൽ കൂടുതൽ മാസം ഉണ്ടാക്കാൻ എനിക്കറിയാം. നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത് കാണിക്കേണ്ടടുത്ത് കാണിക്കണം. കാണിക്കും.